അല്ലാഹുവിന്റെ ഹബീബ് മദീനയിൽ നിന്നും ബദറിലേക്ക് യുദ്ധത്തിന് വേണ്ടി പോയി. ചരിത്രമൊക്കെ നമുക്കറിയാം. അവിടെ 70ഓളം ശത്രുക്കളെ കൊലപ്പെടുത്തി. ശേഷം അവരുടെ കൂട്ടത്തിൽ നിന്നും 70ഓളം പേരെ കീഴ്പ്പെടുത്തി ബന്ദികളായി മദീനത്തേക്ക് കൊണ്ടുവന്നു. 70 പേരെ ബന്ദികളായി മദീനത്തേക്ക് കൊണ്ടുവന്നു. അവരെ കൊണ്ടുവന്നിട്ട് എല്ലാവരെയും മസ്ജിദ് നബവിയുടെ ചുറ്റുഭാഗത്തായി കെട്ടിയിട്ടു അല്ലാഹുവിന്റെ ഹബീബ്. എന്നിട്ട് സഹാബാക്കളെയൊക്കെ വിളിച്ചു ചേർത്തു. എന്നിട്ട് അവരോട് മശൂറ ചെയ്യുക, കൂടിയാലോചിക്കുക, ഈ 70 പേരെയും നമ്മൾ എന്ത് ചെയ്യണം. ഇവിടെയൊക്കെ അതിമഹത്തായ പാഠവാ നമുക്കുള്ളത്. അള്ളാഹുവിന്റെ റസൂല് ഒറ്റയ്ക്കിരുന്നൊരു തീരുമാനമൊക്കെ എടുത്തിട്ട് സ്വഹാബാക്കളെ ഇങ്ങനെ വിളിച്ചിട്ട്, ഞാനൊരു തീരുമാനം എടുത്തു, ഈ ആളുകളെയൊക്കെ നമുക്ക് ഇന്ന പോലെ കൈകാര്യം ചെയ്യാം എന്നൊരു തീരുമാനമെടുത്ത് പറഞ്ഞാൽ ഒരു സ്വഹാബിയും അവിടെ അനുസരണക്കേട് കാണിക്കില്ല. അത്രത്തോളം അള്ളാന്റെ ഹബീബിനെ അനുസരിക്കുന്നവരാണവർ. പക്ഷേ ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ ഒരു പൊതു പ്രശ്നം വരുമ്പോൾ അള്ളാന്റെ ഖുർആൻ പറഞ്ഞ പോലെ അവരുടെ കാര്യങ്ങൾ അവർ ഒന്നിച്ചിരുന്നു കൂടിയാലോചിക്കും. വശാവിറുഹും ഫിൽ അംർ, നബിയേ അങ്ങനെയുള്ള കാര്യങ്ങൾ താങ്കൾ ഒന്നിച്ചിരുന്ന് അവരോട് കൂടിയാലോചിക്കാൻ ഖുർആൻ പറഞ്ഞെങ്കിൽ ആ മശൂറ എന്ന അതിമഹത്തായ ഒരു പ്രവർത്തനത്തെ റസൂലുള്ളാഹി നടപ്പിൽ വരുത്തി കാണിച്ചു തരിക. നമ്മൾ ചിന്തിക്കണേ, മുസ്ലിമീങ്ങളുടെ പൊതുപ്രശ്നങ്ങളൊക്കെ ഈ സമൂഹത്തിന്റെ നേതാക്കന്മാരൊക്കെ ഒരു പൊതുവേദിയിൽ വന്നിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ സമൂഹം ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമോ? നമ്മൾ ഗൗരവകരമായി നമ്മൾ ചിന്തിക്കണം. ഇന്ന് സമൂഹത്തിന് ഐക്യമില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ സമൂഹത്തിന്റെ പണ്ഡിത മഹത്തുക്കൾ, നേതാക്കന്മാർ, പാണക്കാട് തങ്ങന്മാരും ബഹുമാനനായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരും അതേപോലെയുള്ള പണ്ഡിത മഹത്തുക്കളും ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നും മുജീബുർ റഹ്മാൻ കീനാലൂരും മുജാഹിദ് ബാലിശ്ശേരിയും ഹുസൈൻ സലഫിയും സക്കരിയ സുലാഹിയും അതേപോലെ തന്നെയുള്ള മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയും കരമന അഷ്റഫ് മൗലവിയും ഈ നേതാക്കന്മാരൊക്കെ ഒരു വേദിയിൽ ഒന്നിച്ചു വന്നിരുന്നു മുസ്ലിം സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ ഒന്നിച്ച് മശൂറ ചെയ്തൊരു തീരുമാനമെടുത്തിരുന്നെങ്കിൽ ബറക്കത്തുണ്ടായേന സമൂഹത്തിന്. ഇന്ന് തമ്മി കൊലവിളി വിളിക്കാനല്ലേ നമുക്കറിയുള്ളൂ. അല്ലാഹുവിന്റെ റസൂലും മശൂറ ചെയ്യാ. ആദ്യം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് ചോദിച്ച, അബൂബക്കറേ താങ്കളുടെ അഭിപ്രായം എന്താ? 70 പേരെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 70 പേരെ എന്ത് ചെയ്യണം? ഈ 70 പേരെ എന്ത് ചെയ്യണം? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അർഹമു ഉമ്മത്തി ബി ഉമ്മത്തി അബൂബക്കർ, കാരുണ്യത്തിന്റെ നിറകുടമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹബീബായ മുത്തിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ ഇവരൊക്കെ നമ്മുടെ ശത്രുക്കളാണ്, നമ്മളെ കൊല്ലാൻ വന്നവരാ, സൂര്യജീവിതം തടസ്സപ്പെടുത്താൻ വന്നവരാ. അവരിൽ നിന്ന് 70 പേരെ നമ്മളെ കൊന്നുകളഞ്ഞു നബിയേ. പിന്നീടുള്ള 70ഓളം പേര് ബന്ദികളായി നമ്മൾ പിടിച്ചു കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുകയാ. ഹബീബായ മുത്തേ, ഇവരൊക്കെ നമ്മുടെ ശത്രുക്കളാണെങ്കിലും ഒരു കാലത്ത് നമ്മുടെ മിത്രങ്ങളായിരുന്നില്ല ഹബീബേ. മക്കയിൽ നമ്മുടെ കുടുംബക്കാരാ നബിയേ, നമ്മുടെ രക്തബന്ധമുള്ളവരാ ഹബീബേ. അതുകൊണ്ട് നബിയേ എനിക്ക് പറയാനുള്ളത്, ഇവരോടുള്ള രക്തബന്ധത്തെ പരിഗണിച്ചുകൊണ്ട്, ഇവരോടുള്ള കുടുംബ ബന്ധത്തെ പരിഗണിച്ചുകൊണ്ട് ഇവരെ നമുക്ക് മോചനദ്രവ്യം വാങ്ങി വെറുതെ വിടാം ഹബീബേ. ഇവരെ നമുക്ക് വെറുതെ വിടാം ഹബീബേ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ ആഗ്രഹം അത് സംയമനത്തിന്റെ തീരുമാനമാണ്. സംയമനം. അബൂബക്കർ റളിയല്ലാഹു അൻഹു സംയമനം പോട്ടിരുവിയെ. അവർ നമ്മളെ ആക്രമിച്ചവരാ. മക്കത്ത് നമ്മളെ ജീവിക്കാൻ സമ്മതിച്ചില്ല. സ്വസ്ഥമായി മദീനത്ത് ജീവിക്കാൻ വന്നപ്പോ അവിടെയും പണമൊക്കെ സ്വരൂപിച്ചു വലിയ യുദ്ധം നടത്താൻ മെനക്കെട്ടവരാ. എങ്കിലും ഇവരൊക്കെ നമ്മളെ കുടുംബക്കാരല്ലേ. നമുക്ക് ഇവരോട് സംയമനത്തിന്റെ മാർഗം സ്വീകരിക്കാം. പണം, മോചനദ്രവ്യം വാങ്ങിയിട്ട് ഇവരെ നമുക്ക് വെറുതെ വിട്ടേക്കാം. മോചനദ്രവ്യം വാങ്ങി വെറുതെ വിടാം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനം സംയമനത്തിന്റെ തീരുമാനം. രണ്ടാമതല്ലാന്റെ റസൂൽ ചോദിച്ചു, ഉമറേ അഭിപ്രായം എന്താ? ഉമറേ, മഹാനായ ഉമറുൽ ഫാറൂഖിനോട് അഭിപ്രായം ചോദിക്കുകയാ. ഉടൻ തന്നെ മഹാനായ ഉമർ പറഞ്ഞു, യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട തിരുദൂതരേ, താങ്കൾ ആദ്യം ചോദിച്ചത് അബൂബക്കറിനോടാണെങ്കിൽ ആ അബൂബക്കർ പറഞ്ഞത് നമ്മളെ ആക്രമിച്ചവർ, നമ്മുടെ വീടുകൾ കൊള്ളയടിച്ചവർ, നമ്മളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചവർ, അവരിൽ നിന്നും മോചനദ്രവ്യം വാങ്ങിയിട്ട് അവരെയൊക്കെ വെറുതെ വിടാമെന്ന സംയമനത്തിന്റെ മാർഗമാ അബൂബക്കർ സ്വീകരിച്ചതെങ്കിലോ ഇല്ല നബിയേ, എനിക്ക് പറ്റില്ല നബിയേ. വല്ലാഹി മാ അറാ മാ റഅ അബൂബക്കർ, വല്ലാഹി മാ അറാ മാ റഅ അബൂബക്കർ. അബൂബക്കറിന്റെ തീരുമാനം എനിക്ക് പറ്റില്ല നബിയേ. നബിയെ, നമ്മളെ കൊല്ലാൻ വന്നവരിൽ, നമ്മളെ കൊള്ളയടിച്ചവരിൽ, നമ്മുടെ മക്കളെയും മാറ്റിയോടിച്ചവരിൽ, മദീനത്തും നമ്മളെ കൊലപ്പെടുത്താൻ വന്നവര്, അങ്ങനെയുള്ള ശത്രുക്കളോട് നമുക്കൊരു കരുണയുമില്ല എന്ന്, നമുക്കൊരു സംയമനവുമില്ല എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അറിയട്ടെ നബിയേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അറിയട്ടെ നബിയേ. അതുകൊണ്ട് നബിയേ, എന്റെ അഭിപ്രായം ഇതാ നബിയേ, ഒരു സമാധാനവും വേണ്ട ഹബീബേ. എന്റെ കുടുംബക്കാരുണ്ടെങ്കിൽ എന്നെ ഏൽപ്പിക്ക് ഹബീബേ. അബൂബക്കറിന്റെ കുടുംബക്കാരെ അബൂബക്കറിനെ ഏൽപ്പിക്ക് ഹബീബേ. ഇങ്ങനെ ഓരോരുത്തരുടെയും കുടുംബക്കാര് അവരവരുടെ കൈകളിലേക്ക് കൊടുക്കൂ ഹബീബേ. അവരവർ തന്നെ അവരവരെ കൈകാര്യം ചെയ്തിട്ട് ഉമറേ നബിയേ. സ്വന്തം കുടുംബക്കാര് അവരവർ തന്നെ കൊലപ്പെടുത്തി കളയട്ടെ നബിയേ. സംയമനത്തിന്റെ മാർഗം ഉമറിനില്ല നബിയേ. പ്രതിരോധത്തിന്റെ മാർഗമോ ഉമറിന്റെ മാർഗം നബിയേ. അതുകൊണ്ട് സംയമനം വേണ്ട നബിയേ, സംയമനം വേണ്ട നബിയേ. അഭിപ്രായ വ്യത്യാസം. അബൂബക്കർ സിദ്ദീഖിന് സംയമനം വേണം, ഉമറുൽ ഫാറൂഖിന് പ്രതിരോധം വേണം. ഇതെല്ലാ കാലത്തിലും ഉണ്ടാവും. ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരിൽ മുസ്ലിം സമൂഹത്തിന്റെ നേതാക്കന്മാർ പല രീതിയിൽ തീരുമാനമെടുക്കും. ചിലർക്ക് സംയമനമായിരിക്കും താല്പര്യം, ചിലർക്ക് പ്രതിരോധമായിരിക്കും താല്പര്യം. അവസാനം മഷൂറയൊക്കെ കഴിഞ്ഞു, പലരും പല അഭിപ്രായവും പറഞ്ഞു. വേറൊരു സഹാബി വേറൊരു അഭിപ്രായവും പറഞ്ഞു. നമ്മുടെയൊക്കെ നാട്ടിലായിരുന്നെങ്കിൽ അല്ലെ, അബൂബക്കർ റളിയല്ലാഹു അൻഹു സംയമനം പറഞ്ഞു, ഉമറുൽ ഫാറൂഖ് പ്രതിരോധം പറഞ്ഞു, മറ്റൊരു സഹാബി വേറൊന്ന് പറഞ്ഞു. പള്ളിക്കുള്ളിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി, അടിയായി, പ്രശ്നമായി. പിറ്റേ ദിവസം സുബഹിക്ക് വരുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെയും ഒരു പേടിച്ചു തുറിയെ കണ്ടിട്ടില്ല, മിതവാദി എന്നും പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ പോസ്റ്റർ വെച്ചിട്ടുണ്ടാവും. ഇപ്പുറം ഒരു ഭാഗത്ത് നോക്കിയാൽ ഉമറുൽ ഫാറൂഖിനെ പോലൊരു തീവ്രവാദിയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഇപ്പുറത്തെ സൈഡിൽ വേറൊരു പോസ്റ്റർ ഉണ്ടാവും. അടുത്ത ഭാഗത്ത് മറ്റേ സഹാബിയെ വെച്ചിട്ട് ഇങ്ങനെ ഒരു മനുഷ്യനെ വെച്ച് വേറൊരു പോസ്റ്റർ ഉണ്ടാവും. ഇങ്ങനെ നിസാര അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ തമ്മിത്തല്ലി സമൂഹത്തെ കുളം തോണ്ടാനല്ലാതെ നമുക്കെന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? മസ്ജിദുൻ നബവിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസം നടക്കുക, പക്ഷെ അതിന്റെ പേരിൽ അവര് തമ്മിത്തല്ലിയില്ല. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ എടുത്ത തീരുമാനം എടുത്തു. ആരുടെ തീരുമാനമായെടുത്തേ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സംയമനം പാലിക്കാം എന്ന തീരുമാനം. പോട്ടെ, നമ്മുടെ കുടുംബക്കാരല്ലേ, നമ്മുടെ ആളുകളല്ലേ, പോയിക്കോട്ടെ, പണം വാങ്ങി അവിടെ വെറുതെ വിടാം. അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടം അബൂബക്കറിന്റെ തീരുമാനമാണ്. ഈ സമയം അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ചെന്ന് ഉമറിന്റെ കുത്തിന് പിടിച്ചടാ ഉമറേ, തീവ്രവാദി, ഇസ്ലാമിനെ ഒന്ന് തൊട്ടതിന്റെ പേരിലുള്ളവരെയൊക്കെ തട്ടണോന്ന് പറയുന്ന തീവ്രവാദി, നീ ഇങ്ങനെ തീവ്രവാദവും പറഞ്ഞു കടന്നു. അള്ളാന്റെ റസൂൽ എന്റെ കൂടെയാ, ഹബീബായ റസൂൽ എന്റെ കൂടെ, ഇനി നിന്നെ ഇവിടെ കണ്ടുപോകരുത് എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? എപ്പോഴെങ്കിലും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമറിനെ കാണുമ്പോ സലാം പറയാതിരുന്നിട്ടുണ്ടോ? തിരിച്ച് സലാം പറയാതിരുന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അഭിപ്രായ വ്യത്യാസമുള്ളപ്പോ അവർ തമ്മിൽ സ്നേഹവാ. അള്ളാഹുവിന്റെ റസൂൽ എടുത്ത തീരുമാനം, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനം, എല്ലാവരും സമ്മതിച്ചു. പല ഭാഗത്തേക്ക് പിരിഞ്ഞു. തൊട്ടടുത്ത ദിവസം മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു വന്നപ്പോൾ കണ്ട കാഴ്ച എന്താ? ഹബീബായ മുത്തും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ണീരൊഴുക്കുകയാ.
രണ്ടുപേരും ഇതാ വിതുമ്പി കരയുകയാ. വിറക്കുന്ന ശരീരത്തോടുകൂടി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ടിരിക്കുകയാ. ഉടൻ തന്നെ മഹാനായ ഉമർ വന്നിട്ട് രണ്ടുപേരും ചോദിച്ചു, നിങ്ങൾ കരയുന്നതെന്തിനാ? പ്രിയപ്പെട്ട ഹബീബേ, കരയുന്നതെന്തിന് ഹബീബേ? എന്നോടുകൂടി ഒന്ന് പറയുക ഹബീബേ. എന്റെ കൂട്ടുകാരാ അബൂബക്കറെ, കരയുന്നതെന്തിനാ? ഉമറിനോട് കൂടിയൊന്ന് പറയുക. നിങ്ങളൊരു രണ്ടുപേർക്കും വിഷമമുണ്ടാക്കുന്ന കാര്യം എന്തുകൊണ്ടും ഉമറിനും വിഷമമുണ്ടാക്കുന്ന കാര്യമാ. അതുകൊണ്ട് എന്നോടുകൂടി എന്ന് പറയുമോ? അല്ലാഹുവിന്റെ ഹബീബ് എഴുന്നേറ്റ് കണ്ണീർ തുടയ്ക്കുകയാ, ഉമറിനെ കെട്ടിപ്പിടിക്കുകയാ. എന്നിട്ട് പറയുന്നു, ഉമറേ, ഇന്ന് ബദറിൽ നിന്ന് കൊണ്ടുവന്ന 70ഓളം ബന്ദികൾ എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ മസ്ജിദുൻ നബവിയിൽ നമ്മൾ മസൂറ നടത്തിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞത്, ആ കൊണ്ടുവന്ന ബന്ദികളിൽ നിന്നും അതേ പണം വാങ്ങി മോചനദ്രവ്യം വാങ്ങിയിട്ട് അവരെയെല്ലാം വെറുതെ വിട്ടുകൊണ്ട് സംയമനത്തിന്റെ മാർഗം സ്വീകരിക്കണമെന്നായിരുന്നെങ്കിലോ താങ്കൾ പറഞ്ഞ തീരുമാനം അവരാരായാലും നമ്മുടെ ശത്രുക്കളാ, നമ്മുടെ സ്വതന്ത്രമായ ജീവിതം നശിപ്പിച്ചവര് വെറുതെ വിടാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമുക്ക് വകവരുത്താമെന്നാണ്, അല്ലാഹു അത് കാണട്ടെ എന്നാണ് ഉമറേ താങ്കൾ പറഞ്ഞ മറുപടിയെങ്കിലേ. ഉമറേ, അല്ലാഹുവിന്റെ പ്രവാചകനായ എനിക്കിഷ്ടം അബൂബക്കറിന്റെ തീരുമാനമായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടം അബൂബക്കറിന്റെ തീരുമാനമാ. ആ സംയമനത്തിന്റെ തീരുമാനം ഞാൻ എടുത്തിരുന്നു ഉമറേ, അത് ഞാൻ നടപ്പിൽ വരുത്തിയിരുന്നു ഉമറേ. എന്നാൽ ഉമറേ, മഹാനായ ജിബ്രീൽ എന്റെ അടുക്കലേക്ക് വന്നു ഉമറേ. എന്നിട്ട് പടച്ചവന്റെ ഇഷ്ടം അല്ലാഹുവിന്റെ താല്പര്യം പറഞ്ഞു ഉമറേ. അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടം അബൂബക്കറിന്റെ സംയമനമായിരുന്നെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ഇഷ്ടം ഉമറിന്റെ പ്രതിരോധമായിരുന്നു ഉമറേ. ഇസ്ലാമിനെ നശിപ്പിക്കാൻ വന്നവര് വെറുതെ വിട്ടത് പടച്ചവൻ ഇഷ്ടപ്പെട്ടില്ല ഉമറേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിലൂടെ ആയത്തിറക്കി എനിക്ക് താക്കീത് നൽകി ഉമറേ. മാ കാന ലിനബിയ്യിൻ അയ്യകൂന ലഹു അസ്റാ ഹത്താ യുസ്ഖിന ഫിൽ അർള് തുരീദൂന അർള ദുനിയാ വല്ലാഹു യുരീദുൽ ആഖിറ. അല്ലാഹുവിലേക്ക് താക്കീത് നൽകി ഉമറേ. അല്ലാഹുവിന് ഇഷ്ടം ഉമറിന്റെ തീരുമാനമാ. പണം പ്രതീക്ഷിച്ച്, ദുനിയാവിനെ പ്രതീക്ഷിച്ച് നബിയെ താങ്കളെടുത്ത സംയമനത്തിന്റെ മാർഗം അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടില്ല. ആ തീരുമാനത്തിന്റെ പേരിൽ അല്ലാഹു താങ്കളെ ശിക്ഷിക്കുമായിരുന്നു ഹബീബേ. പക്ഷേ മശൂറ ചെയ്തുകൊണ്ട് തീരുമാനമെടുത്തതിന്റെ പേരിൽ, ആ മശൂറയുടെ ബറക്കത്തിന്റെ പേരിൽ അല്ലാഹു പൊരുത്തപ്പെട്ടു നബിയേ. റസൂലുള്ളാഹിന് ഇഷ്ടം അബൂബക്കറിന്റെ സംയമനമാണെങ്കിൽ അല്ലാഹുവിനിഷ്ടം ഉമറിന്റെ പ്രതിരോധമായിരുന്നു. ഉമറിന്റെ പല താല്പര്യങ്ങളും പടച്ചോനിഷ്ട. അതുകൊണ്ട് അല്ലാഹ് വെറുതെ വിട്ടു. അല്ലെങ്കിൽ ലൗലാ കിതാബും മിനല്ലാഹി സബഖ ലമസ്സകും ഫീമാ ഖൽതും അദാബുൽ അലീം. ഭയങ്കരമായ ശിക്ഷ കൊണ്ട് ഞാൻ താങ്കളെ പിടിക്കുമായിരുന്നു. പക്ഷേ മശൂറയുടെ ബറക്കത്ത്, ബറക്കത്തുള്ള കാര്യ. ഈ ഒരു സ്വഭാവം പള്ളിയിലെ കാര്യം മശൂറ ചെയ്യണം, വീട്ടിലെ കാര്യം മശൂറ ചെയ്യണം. ഈ ഒരു ശൂറയുടെ സ്വഭാവം ഇന്ന് ഈ സമൂഹത്തിൽ ഇല്ലാതെ പോയത് കൊണ്ടാ ഈ സമൂഹം ഇങ്ങനെ തല്ലി തല്ലി നശിക്കാനുള്ള അവസ്ഥ വന്നത്. പടച്ചതമ്പുരാൻ കാത്തിരിക്കും.